ഇവിടെ ഒരാള് പ്രിപ്പറേഷനിലാണ്. ഇന്ന് അരിഞ്ഞു വെച്ചാലാണ് നാളെയൊക്കെ സെറ്റാക്കി കറക്റ്റ് ടൈമിന് സെറ്റ്. ഞാൻ അമ്മയും കൂടി ഇന്ന് വിഷുവിനുള്ള വെജിറ്റബിൾസിന്റെ അരിയിലാണ് ഭാഗ്യം. അമ്മ വേറെ എന്തൊക്കെയോ പ്രിപ്പറേഷനിലാണ്. നാളെ വിഷു ആണ്. അപ്പൊ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഏതായാലും നാളെ വിഷുവിന് കാണാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. ആ സമയത്ത് അമ്മ തൈ നെയ്യപ്പം ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാവ് അത്യാവശ്യം കട്ടിയായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഫുള്ള് സാധനം ആയിട്ടില്ല, കുറച്ചെണ്ണം ടെസ്റ്റ് ഡോസ് അടിച്ചു. അങ്ങനെ പുലർച്ചെ ഒരു 3:45 ആയപ്പോൾ അമ്മ തൈ ഫോണിൽ വിളിച്ചിട്ട് കണി കാണാൻ താഴത്തേക്ക് എല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ്. നമുക്ക് ഏതായാലും കണി എന്നിട്ട് വരും. കണ്ണടച്ചോ, കൈ പിടിച്ചോ. കുട്ടിയെ പോകാമോ? വെള്ളം നനച്ചാളോ എന്നിട്ട് കാണും. ഇത് അങ്ങോട്ട് വെച്ചിരിക്കുന്നത് ആ വിഷ്വലി കുറച്ച് സമയം വെള്ളം നനച്ചിട്ട് നനയ്ക്കുക എന്നിട്ട് കാണണ്ടേ കാണണം. ഇത് കാണണം. ഈ വർഷം ഫുള്ള് പൈസ അപ്പൊ ഇങ്ങോട്ട് തന്നെ. അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിയ ശേഷം ഇത് നമ്മുടെ അവിടേക്കുള്ള പരിപാടിയാണ്. നിങ്ങളുടെ അവിടേക്ക് ഈ ഒരു ചടങ്ങ് ഉണ്ടോ എന്നുള്ള പറയാം. അതായത് 3 തവണ ഇങ്ങനെ സാധനം ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ ഇടുക. അതായത് കണിക്കൊന്ന, അരി, പിന്നെ ഈ ഒരു പൈസ എല്ലാം കൂടെ സ്വർണ്ണം എല്ലാം കൂടെ വെച്ചിട്ട് കുലുക്കിയിടും. അതിൽ ആ പൈസ കാണിക്കുന്നത് 2 രൂപ എന്ന് എഴുതിയ ഭാഗം 3 പ്രാവശ്യം വീണാൽ കാശ് വരും. മറ്റേ സൈഡാണെങ്കിൽ കാശ് ചിലവാകും. അതാണ് അതിൻ്റെ ഒരു സംഭവം. വലിയ വിശ്വാസം എനിക്കില്ല, എന്നാലും ഒരു ക്യൂരിയോസിറ്റിൻ്റെ പേരിൽ നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ള വലിയ ഒരു ചടങ്ങ് ഞങ്ങളൊന്ന് കഴിച്ചു. വഴി 3 തവണ കാശ് വരേണ്ടതാണ്, പക്ഷെ അത് എവിടെ നിന്നാന്ന് മാത്രം അറിയില്ല. സോഴ്സ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ 2 തവണ കാശുള്ള വാങ്ങണം, 1 തവണ കാശ് ചിലവാകുന്ന വാങ്ങണം. അപ്പം ചിലവുണ്ട് വരവുണ്ട് നടത്താം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമ്മളെ നേരെ എണീറ്റിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങാനുള്ള പുറപ്പാടായിരുന്നു നമ്മൾ. നമ്മുടെ ഊഴം കഴിഞ്ഞ പിന്നെ അച്ഛനും അമ്മയും അച്ഛമ്മയും 3 പേര് ഇതുവരെ കുലുക്കിട്ടു. എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ കിട്ടി. എന്നാൽ ഫുള്ള് ചിലവാക്കാനുള്ളവരുണ്ട്. അച്ഛനൊക്കെ ഫുൾ ചിലവായിരുന്നു എന്താല്ലേ. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മേലേക്ക് കയറി. അപ്പത്തേക്ക് അച്ഛമ്മ കൈനീട്ടം ഇട്ട് ഓടി വന്നു. അങ്ങനെയാണ് അച്ഛമ്മേൻ്റെ വകയും കൈനീട്ടം കിട്ടി. നമ്മൾ അങ്ങോട്ടും കൈനീട്ടം കൊടുത്തു. അത് പിന്നെ അച്ഛനും അമ്മയും വന്ന ശേഷം കേട്ടോ ഭാഗ്യൻ്റെ. അങ്ങനെ ഭാഗ്യക്കും കിട്ടി കൈനീട്ടം. അമ്മേൻ്റെ കൈനീട്ടം. ഹാപ്പി വിഷു. പാട്ട് അവിടെ വെക്കും, എന്നിട്ട് നമ്മൾ കാണും. എന്നിട്ട് നമ്മൾ പോയതിനു ശേഷം ഓരോരുത്തരുള്ളൂ. അവരെ കാണൂല. ചേച്ചീൻ്റെ അവിടെയൊക്കെ ഉണ്ട് അമ്പലമില്ലേ ഒരു പുറത്തുള്ള, അവിടെ പോയി കാണുക. അങ്ങനെ വീട്ടെന്താ നമ്മള് എണീറ്റ വരെ കാണും. ഇവിടെ ഇതുവരെ കണ്ടില്ല. ഇവിടെ ഒഫീഷ്യൽ കണി കണ്ടു. കൈനീട്ടം കിട്ടി. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി. ഈ പ്രാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഇനിയിപ്പോ ഭാഗ്യന്റെ അച്ഛനും അമ്മയും കൂടെ കളക്ഷൻ അല്ല അച്ഛമ്മ 100, അമ്മ 50. ഇനി അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും കൂടെ വരുമ്പോ അമ്പാനിക്ക് മേൽ പണക്കാരിയും. തുടക്കം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി വെച്ചിട്ട് കയറ്റായിരിക്കും നമുക്ക് വിചാരിക്കാം. ഇന്നിനിപ്പോ എത്ര എണ്ണം കിട്ടും നമുക്ക് നോക്കാം. സോ അപ്പം നമ്മൾ പടകൊന്നും പൊട്ടിച്ചിട്ടില്ല. നമുക്ക് ബാക്കി വരുന്ന വഴിക്ക് ഉച്ചക്കൊക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കിടന്നുറങ്ങിയിട്ട് ഒന്നുകൂടെ എണീറ്റിട്ട് എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് നോക്കാം. അമ്പലത്തിൽ പോകണം വിചാരിക്കേണ്ട, പറ്റണ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ സദ്യ ഒരുക്കങ്ങള്,
എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അച്ഛൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ഭായിൻ്റെ അച്ഛനും അമ്മയും, എന്താ ചേച്ചി എന്തെങ്കിലും, അങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ സെറ്റാക്കാം. പിന്നെ ഗൈസ് ഞാന് ഇവിടുത്തെ എന്റെ ഫസ്റ്റത്തെ വിഷുവാണ്. അതാണ് ഒരു പ്രത്യേകത. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വിഷുവാണ്. അപ്പൊ എനിക്കതൊരു സ്പെഷ്യലാണ്. ഇവിടുത്തെ കണിയാണ് എങ്ങനെ ഇവിടുത്തെ വിഷു ഇങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെന്താ ഇവിടെ കഴിഞ്ഞിട്ടില്ലേ മനസ്സിലാക്കി പറയട്ടെ, അതല്ല പറഞ്ഞേക്ക് പറഞ്ഞോ. എന്നിട്ട് ആ വിഷു കണി കണ്ടിട്ട് ഇവരെന്തെങ്ങനെ കുലിക്കില്ലേ, അതൊന്നും നമ്മക്കില്ല കേട്ടോ. എന്താ ഇനിയിപ്പോ ഓരോ നാട്ടിലെ പ്രത്യേകത ആണോ ഇപ്പൊ വിഷു കണി അത് മനസ്സിലായി. പക്ഷെ പിന്നെ അതുമാതിരി തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പൊ സദ്യവട്ടങ്ങളായാലും അതേപോലെ തന്നെ കണിയിലാണെങ്കിൽ തന്നെ ഈവൻ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളും കാര്യങ്ങളും എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറ് പല നാട്ടിലും പല രീതികളായിരിക്കും അങ്ങനെ. അപ്പൊ നമുക്ക് പോകുന്നെങ്കിൽ ചടങ്ങുകളൊക്കെ കാണാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മളത് രാവിലെ എണീറ്റു, കുറച്ച് പടകമൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. ഈ പാക്കറ്റിലിരിക്കുന്നു. ഞാൻ പടകം മേടിച്ച് വന്നപ്പോഴാണ് അത് അച്ഛനും പടകം മേടിച്ച് വന്നേക്കുന്നത്. ഇത് അച്ഛൻ മേടിച്ചത്, ഇത് ഞാൻ മേടിച്ചത്. ഭാഗ്യ കൈതച്ചക്ക മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഞാൻ രാവിലെ തുടങ്ങിയ പണിയാണ് ഗൈസ്. ഞാനും അമ്മയാണ് നേരത്തെ എണീറ്റ്, ഞാൻ നേരം വൈകിയത്. ഞങ്ങൾ കണി കണ്ടിട്ട് കടന്നുറങ്ങിപ്പോയി. എന്നെ 7 മണിയാകുമ്പോൾ എണീറ്റ് കുളിച്ചു വന്നു. യെസ്, ഇനിയിപ്പോ ഡ്രസ്സൊക്കെ മാറണം. അച്ഛനും അമ്മയോട് നിന്ന് ഇറങ്ങിയതാണ്. ഇത് അച്ഛന്റെ പുതിയ ഷർട്ടാ? അല്ലല്ല, ഇത് നിങ്ങളെ പുതിയതാ? ഞങ്ങള് കഴിഞ്ഞതാ. പുതിയ ഷർട്ട് അച്ഛന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറാം. ഇതാണ് നമ്മളെ കണി. ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. പടകം പൊട്ടിച്ച് എന്തോ ഒരു സാധനം ആവുന്നുണ്ട്. ഇതെന്തോ സാധനം? ഭാഗ്യേന്റെ എന്തോ കൈതച്ചക്കേന്റെ എന്തോ സാധനം. ഇതെന്തോ മാങ്ങേന്റെ എന്തോ ഒരു സാധനം ഉണ്ടാവും. അതെന്താ ഇങ്ങനെ ജെല്ല് പോലെ ഇരിക്കുന്നത്? ഹാപ്പി വിഷു. നമ്മളത് ഡ്രസ്സൊക്കെ മാറിയത് ഭാഗ്യേന്റെ എന്റേത് ഈ ഷർട്ടും പിന്നെ അത് മുണ്ടും. അപ്പൊ നമ്മള് രണ്ടുപേരും റെഡിയായി. ഇനി ഇവളുടെ അച്ഛനും വരാറുണ്ട്, എന്റെ 2-3 ഫ്രണ്ട്സ് വരാനുണ്ട്, അച്ഛന്റെ ഫ്രണ്ട്സ്, ചേച്ചികളെ എല്ലാവരൊക്കെ വരാനുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ വിഷു എങ്ങനെയാ? നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് വിഷു? എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ ഉള്ളത് താഴെ കമന്റ് ചെയ്യാം. നമുക്ക് ഏതായാലും ഫസ്റ്റ് വിഷു ആയിരുന്നു. അപ്പൊ നമുക്ക് ഏതായാലും കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാരും വെയിറ്റിംഗ് ആണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, ചെമ്മാള് റെഡി ആയിട്ടിരിക്കുന്നു. നമുക്കതേം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വെള്ളപ്പവും ഇഷ്ടക്കറി. ഓക്കെ, അങ്ങെന്താ നിന്ന് ഹാപ്പി വിഷു. മറ്റേ ഷർട്ട് ഇട്ടൂടായിരുന്നാ? പുതിയ ചുരിദാറല്ലേ എന്നെടുത്തത്? അതന്നെ ഞാനിങ്ങനെ ചോദിക്കണേ. നമ്മളെടുത്ത് സെലക്ട് ചെയ്തില്ല. ഇതൊക്കെയാ അപ്പൊ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അച്ചോടുണ്ട് ബാക്കി പായസം. അയൽവാസികൾക്കൊക്കെ കൊടുക്കാനേ. മാംഗോ എന്തേതിന്റെ പേര്? മാംഗോ സാഗോ ഉണ്ടാക്കാനാ വിചാരിച്ചു. സാഗോന്റെ ഒരു സാധനം അവിടെ പാളിപ്പോയി. പാളിപ്പോവാന്ന് പറഞ്ഞാൽ അത് ഇടണം ശരിക്കും. ചൂട് ഇത് കട്ട പിടിച്ചു പോയി. അമ്മ കുറച്ച് പിടിച്ചോക്ക്. കൊള്ളാം, മാംഗോ കൊള്ളാം. സാഗ ആയിട്ടില്ലെങ്കിലും രസം. പാടണം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു.
അപ്പൊ എന്തായാലും അടുത്ത അറ്റംപ്റ്റ് പിടിക്കാൻ എന്തായാലും ചായ മാംഗോ സാഗയാണോ അല്ലേ? ഓക്കെ വരവാണേ. ആരെയും തന്നപോലെ സോ ഗൈസ്, സമയം ഇപ്പോൾ 11:45 ആവാനായി. ദാ ഇവിടെ അപ്പൂച്ചി തേങ്ങ ചിരകി. ഒരു 10 തേങ്ങ ഞാൻ ചിരവി. ഞാനും അമ്മ അച്ഛനൊക്കെയാണ് ചിരകി. കൊറേ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ ചെമ്പറച്ച് എങ്ങനെയുണ്ട് തേങ്ങ ചിരകലിന്റെ എക്സ്പീരിയൻസ്? എളുപ്പല്ലേ? അതെ, ഇത് സിമ്പിൾ ആയിട്ട്. അടുക്കള പണി ഇത്ര എളുപ്പേനി. കൊറേയൊക്കെ ഞാൻ ചിരകി ഗൈസ്. നീ ഇവനും കൊണ്ട് ചിരകിക്കാണ്. പായസത്തിന്, പരിപ്പ് പായസത്തിനുള്ള തേങ്ങയാണ്. അടുക്കളപ്പണി എടുത്ത് വേർത്തു. ചുമ്മാ പറഞ്ഞ ഞാൻ ജസ്റ്റ് ഒരു തേങ്ങേന്റെ ഒരു പൊളി മാത്രം ചിരവിട്ടുള്ളൂ. ബാക്കി ഫുള്ള് ഭാഗ്യയും അമ്മയും, ഭാഗ്യന്റെ അമ്മയും എൻ്റെ അമ്മയും എല്ലാരും കൂടി ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ആ കാറ്, നമ്മുടെ കാർ അവിടെ ഇരിക്കുന്നിടത്തൊന്ന് മാറ്റിട്ട് കൊടുത്തു. ഇവരെ അച്ഛൻ്റെ കാറും കൂടെ വെക്കാൻ വേണ്ടിട്ട്. അതാണ് വേർത്തത്. മീൻ പണിക്കാര് തേങ്ങ ചിരവാൻ വേണ്ടിട്ട് വിളിച്ചു വരുത്തിയതാരാണ്. ഇതൊരു പായസത്തിന്റെ പരിപാടിയില്ല. അതാണ് പണിയെടുക്കാതെ വേർത്തി ഫുള്ള് പണിയായിരുന്നു. എന്താലേ കുട്ടി വേർത്ത് കണ്ണീരാണോ? കണ്ണീരിന്റെ ഉപ്പ്. അടുത്ത് കൈയൊടിഞ്ഞോണ്ട് പിന്നെ സുഖലോലുപനായിട്ട് സോഫയില് റെസ്റ്റ് ചെയ്യായിരുന്നു. പായസം, പരിപ്പ് പായസം ആയിക്കൊണ്ടിരിക്കണം. സാധനങ്ങളൊക്കെ ഓരോന്നും ഒരുങ്ങി. ഇവിടത്തെ പരിപാടിയാണിത്. വെച്ചു കൊടുക്കുന്ന പരിപാടി. മരിച്ചുപോയിരിക്കും വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണിത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാതിരിക്കാം. ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. ഇതിൻ്റെ ഉള്ളിൽ പടം പൊട്ടിക്കുന്നത് എല്ലാം വെച്ചു. മറുമായത്തുനിന്ന് എണീറ്റിട്ടില്ലേ? ഹാപ്പി വിഷു. ബാക്കിയുള്ളതൊക്കെ വരണം. ഇനി അസ്സലാമു അലൈക്കും. ഷെഫീക്ക് അങ്ങനെ മാപ്പൊക്കെ ഇട്ടു. ഇവിടുന്ന് ആകെ ഒരു 10 മിനിറ്റല്ലേ ഉള്ളു എൻ്റെ അവിടേക്ക്. ഇവനും കൂടെ ഉണ്ട് ജാവിദ്. ഇതാ അവിടെ എത്തി. ഇതാരിക്കുന്നു ഉറങ്ങുന്നു. ജാവിദ് എല്ലാവരും എത്തി. ക്ഷണിച്ചപ്പോ ഈ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഈ ഒരു ചതി എന്നൊക്കെ. ഇതൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് കൊളീഗ്സ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് ഷെഫീക്ക് കൂട്ടത്തിലെ മെയിൻ അവനെ നോട്ട് ചെയ്തോ. ഇവൻ വെജിറ്റേറിയൻ കഴിക്കാത്ത ആളാണ്. സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന. അതിലുള്ള ചിക്കൻ മാത്രമാണ് അവൻ കഴിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ സൈഡാക്കി വയ്ക്കും. പിന്നെ ജാവിദ്, അസർ, പിന്നെ ആഷിഫ്, അങ്ങനെ മൊത്തത്തിൽ 4 പേരെ വന്നിട്ടുണ്ടായിരുന്നത്. 1-2 പേരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇവർ മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ കൂട്ടി നമ്മൾ സദ്യയൊക്കെ കഴിച്ച് സെറ്റായി. പരിപ്പ് പായസവും പിന്നെ അടപ്രഥമനും 2 പായസം ഉണ്ടായിരുന്നു. അടപ്പായസം പിന്നെ ഭാഗ്യൻ്റെ വീടിൻ്റെ ഒന്ന് കൊണ്ടുവന്നതാണ്. ഭാഗ്യൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ട്.
അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെയും ഭാഗ്യൻ്റെ അച്ഛനും പിന്നെ എൻ്റെ അച്ഛൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അത് ഫ്രണ്ട്സ് മീൻസ് അച്ഛൻ്റെ കടേൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കട നടത്തുന്നു. അപ്പം അവർ 2 പേരും കൂടി ഇരുന്നു. പിന്നെ അവരുടെ കടയിൽ ഒരാളും കൂടെ ഉണ്ട്, നമ്മളെ ഷംസുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പര കടയാണത്. അപ്പോൾ അവർ കൂടെ ഫുഡ് നമ്മളിവിടുന്ന് കൊടുത്തയക്കാറുണ്ട്. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ച് എണീക്കാൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ അവിടുന്ന് പറഞ്ഞയച്ചു. മീൻസ് അവർ ഇറങ്ങുകയെന്ന് പറഞ്ഞപ്പോൾ അവരെ ഒന്ന് അവിടുന്ന് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞയച്ചു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറേ പേര് മയങ്ങി. എല്ലാവരും വന്നവരൊക്കെ വീട്ടിൽ പോയി. നമ്മൾ ഡ്രസ്സൊക്കെ മാറി, വീട്ടിൽ നിന്നുള്ള ഡ്രസ്സ്. കുറേ പേര് സിനിമ കാണുകയാണ്. ഇവരൊക്കെ കണ്ണും മിഴിച്ചിരിക്കുന്ന വേറൊന്നല്ല, മറ്റേ സംഭവം അധ്യായം 1 ഓട്ടിയിട്ട് റിലീസായല്ലോ. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കരുത്. അച്ഛനത് ജനലിൽ കൂടെയൊക്കെ എത്തി നോക്കിയിട്ട് അപരനെ പോലെ ഇന്ന് കാണുന്നത് സംഭവം. അവർക്ക് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും കഥ കത്തൂല. ഇപ്പുറത്ത് ഭാഗ്യയും അമ്മയും ഉച്ച സദ്യ കഴിച്ചതിൻ്റെ ഹാങ് ഓവറിൽ കിടന്നുറങ്ങാം. പിന്നെ നമ്മൾ പടകം പൊട്ടിച്ച് ഇവരൊക്കെ എണീപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭാഗ്യനെ എണീച്ച് വന്നതിന് ശേഷമാണ് ഭാഗ്യാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പടകം വെച്ചിട്ട് അങ്ങനെ പടകം പൊട്ടിക്കാൻ വേണ്ടി ഓടി. നമ്മൾ 2 പീസ് എടുക്കാൻ പാടില്ല. വീട്ടിലുണ്ടോ ഗൈസ് മറിമായ ഡിക്സ് ഇരിക്കുന്നവരാണ്. മാറിമായ പ്രാന്തനാണ്. ഒരു ദിവസം ഒരു 5-6 എപ്പിസോഡ് കാണും. സീൻ തന്നെ. നമുക്കൊന്ന് കടയിൽ പോകണം. ഭരത്ത് ബാർബർ ഷോപ്പ് പോകുമ്പോൾ അമ്മ ചപ്പാത്തി വരത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛമ്മ ലൈവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഗൈസ് 7 മണി ആവാനായി, രാത്രി ആവാനായി. ഇനിയിപ്പോ ചേച്ചി പിള്ളേരൊക്കെ വരും. നമുക്ക് ചപ്പാത്തി ഫുഡൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് എല്ലാവരും വന്നിട്ട് പൂത്തിരി എത്തിക്കണം, ബാക്കി പടക്കം പൊട്ടിക്കണം. ഒന്ന് ബാർബർ ഷോപ്പ് പോയി ഭരത്തിന് അതും മേടിക്കാണ്ട് നമുക്കതിൽ കടന്നു. അനങ്ങാതിരുന്നോ, ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണച്ചക്കൻ. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. അങ്ങനെ ഒരുപാട് കടകളിൽ കയറിയിട്ടാണ് അവസാനം ആ കടയിലെത്തി മീശയും താടിയൊക്കെ വെട്ടി ആ ഒരു കോലത്തിലാക്കി എടുത്തത്. സത്യം പറഞ്ഞാൽ അവൻ അതും പറഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ചേച്ചിയും പിള്ളേരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വളിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരാണ് പടകം പൊട്ടിക്കുന്ന തിരക്കില്. ഒരു പേടിയില്ല. എൻ്റെ ഈ പ്രായത്തിലൊക്കെ ഞാൻ മറ്റേ കയ്യിൽ മറ്റേ കളിത്തൂക്കില് പടക്കം നിറച്ചിട്ട് പൊട്ടിക്കൂലേ, ആ സംഭവം പൊട്ടിക്കും. ഇവനാണ് കയ്യിൽ ഒറ്റപ്പടക്കം വാരി എറിയാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെന്ന് പറഞ്ഞ അവസ്ഥയായി. ചെക്കന്മാരൊക്കെ ഫുള്ള് ജഗല് സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്നത്. ഒരു പേടിയില്ല. കൈയും കാലൊക്കെ പൊള്ളിയ സീനാവും സംഭവം. അതിനുള്ള പേടിയില്ലാത്തോണ്ടതാണ്. ബൈക്കാനും കുറച്ച് വിവരം വേണമെന്നറിയില്ല, അതാണ് സംഭവം. പേടിക്കാനും കുറച്ച് ബുദ്ധി വേണം. അതെ. അങ്ങനെ പിന്നെ ഓരോ വൈബിനൊത്ത് ഓരങ്ങനെ പടമൊക്കെ പൊട്ടിച്ച് അങ്ങനെ സെറ്റാക്കി. ഇപ്പൊ ഈ പൊട്ടിച്ച സാധനത്തിന് നമ്മളെ നാട്ടില് ലജ്ജാവതി എന്നാണ് പറയുന്നത്. ലജ്ജയില്ലാതെ പൊട്ടുന്നോണ്ടാണെന്ന് അറിയില്ല. നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പറയാനുള്ളത് താഴെ കമന്റിൽ. ഇവനാണ് സേമ്പിള് മിനി ബോംബ്. അങ്ങനെ കുറേ നേരം നമ്മൾ പടകം പൊട്ടിച്ച് മേശാപ്പ് എത്തിച്ച് വെക്കുന്നു. പിന്നെ ഭാഗ്യം പിന്നെ മത്താപ്പ്, പിന്നെ അതേപോലെ പൂത്തിരി കത്തിക്കല്, അങ്ങനത്തെ പരിപാടിയൊക്കെ നിൽക്കുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം പേടിയുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ മത്താപ്പൊക്കെ കത്തിച്ച് പിന്നെ പൂത്തിരി കത്തിച്ച് ഇവനെപ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ പടകം പൊട്ടിക്കാനും മേശാപ്പ് എത്തി. ഒരു പേടിയില്ലാത്ത ഒരു കുട്ടി.
എൻ്റെ ചേച്ചീൻ്റെ മോനായോണ്ട് പറയില്ല, ഒരു പടകത്തിനും ഒരു പേടിയില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പടകം പൊട്ടിച്ചിട്ട് ഇവിടെ വരെ തെറിച്ച് നോക്കിയാണ്. കുറച്ച് ഡേഞ്ചറാണ്, പൊല്യൂഷനൊക്കെയാണ്. ഫോർ ദ ടൈം ബീയിങ്ങിലേക്കുള്ള ഒരു ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ക്രാക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പല അപകടങ്ങളും ഉണ്ടാവാറുണ്ട്. ഒരു സാധനം പിന്നെ അത് ഈ ഒരു സാധനം കൂടെ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ തീർന്നാൽ വിഷയമാണ്. ഗ്ലോസിയർ ആവശ്യത്തിലേറെ പൊല്യൂട്ടടായിരിക്കും. രണ്ട് സൈഡിൽ കല്ലൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ ഒരു സ്പിരിറ്റ് കണ്ടില്ലേ? ആ ഒരു ഡയലോഗൊക്കെ ഓർമ്മ വന്നത്. പടകം പൊട്ടിക്കാന്നൊക്കെ പറയുമ്പോൾ എമ്മാതിരി സ്പിരിറ്റാറ്. അങ്ങനെ പിന്നെ ഈ ഒരു സാധനത്തിന് എങ്ങനെ പൊട്ടിക്കേണ്ട ട്യൂട്ടോറിയൽ മറ്റേ പേപ്പറിലൊക്കെ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി. 2 തിരിയൊക്കെ ഉണ്ടായത്. അങ്ങനെ ആ തിരിയൊക്കെ നോക്കി മേലത്തെ ഷീറ്റൊക്കെ ഒഴിവാക്കി പിന്നെ 2 സൈഡ് ഫില്ലറൊക്കെ വെച്ച് സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് പടം പൊട്ടിക്ക് ഒഴിഞ്ഞൊരു പറമ്പ് നോക്കിയിട്ട് വെച്ചത്. ഈ ഒരു സാധനം കഴിഞ്ഞ ഓണത്തെക്കാളും കുഴപ്പമില്ലേ, ഇപ്രാവശ്യം ചെറുതായിട്ടൊന്നും ചരിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് പാളിയതായിരുന്നു. അങ്ങനെ അതായിരുന്നു കലാശക്കൊട്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഉച്ചക്കത്തെ ചോറും സാമ്പാറും കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ അളിയലും ചേച്ചിക്കും മക്കൾക്കും ഒന്നും കൈനീട്ടം കൊടുത്തില്ലായിരുന്നു. അളിയലും ചേച്ചിക്കും മക്കൾക്കൊക്കെ ഭാഗ്യേൻ്റെ അച്ഛനും അമ്മയും കൊടുത്തു. പിന്നെ പിള്ളേർക്ക് ഞാനും ഭാഗ്യയും കൂടെ നിന്നിട്ടും കൈനീട്ടം കൊടുത്തു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. പിന്നെ ചേച്ചിയാണെങ്കിൽ കൈനീട്ടം തന്നത് ക്യാമറയിൽ കാണിക്കേണ്ട, വീഡിയോയിൽ കാണിക്കേണ്ട പറഞ്ഞിട്ട് എന്തൊക്കെയോ കളി കളിക്കുക. അങ്ങനെ ഒരു വിധത്തിൽ ഓളെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കുന്ന വീഡിയോയിൽ പകർത്തി. അത്രയും. ഇന്നത്തെ വിഷു വ്ളോഗ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ. Let's go.